നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. തൃശൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന് അഭിവാദ്യമർപ്പിച്ച് വിവിധ സ്ഥലങ്ങളിൽ വിളംബര ഘോഷയാത്രകൾ. എടമുട്ടം പാലപ്പെട്ടിയിൽ ദേശീയപാതയോരത്ത് മാലിന്യം തള്ളുന്നത് പതിവായതോടെ ദുരിതത്തിലായി പ്രദേശവാസികളും വഴിയാത്രക്കാരും. കുടിവെള്ളക്ഷാമം. പ്രതിഷേധവുമായി നാട്ടികയിൽ BJP പ്രവർത്തകർ രംഗത്ത്. വാർത്തകൾ വിശദമായി. LDF തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന് പിന്തുണ പ്രഖ്യാപിച്ച് മണലൂർ മണ്ഡലത്തിലെ LDF ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിളംബര ജാഥകൾ സംഘടിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ നെൽക്കതിരും അരിവാളും ആലേഖനം ചെയ്ത കൊടികളും സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ പതിപ്പിച്ച പോസ്റ്ററുകളും കയ്യിലേന്തിയാണ് ജാഥയിൽ അണിനിരുന്നത്. ചിലയിടങ്ങളിൽ നാസിക് ഡോൾ ഉൾപ്പെടെയുള്ള മേളങ്ങളും ജാഥയ്ക്ക് കൊഴുപ്പേകി. മണലൂരിൽ നടന്ന ജാഥയ്ക്ക് LDF നേതാക്കളായ രാകേഷ് കണിയാമ്പറമ്പിൽ, PK കൃഷ്ണൻ, MR മോഹനൻ, KF ഡേവിസ്, ജോസ് കാഞ്ഞാണി, VG രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. കാരമുക്കിൽ LDF നേതാക്കളായ KV വിനോദൻ, VN സുർജിത്ത്, PB ജോഷി, പ്രഭാത് എന്നിവർ നേതൃത്വം നൽകി. LDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തി. LDFന്റെ തൃശൂർ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥിയായി മുൻ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന അഡ്വക്കേറ്റ് VS സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ടും വിജയിപ്പിക്കണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടും നടന്ന ജാഥ നാട്ടികയിൽ നിന്ന് തുടങ്ങി തൃപ്രയാറിൽ അവസാനിപ്പിച്ചു. LDFന്റെ നേതാക്കളായ വിജയരാഘവൻ തട്ടുപറമ്പിൽ, KB ഹംസ, മണി നാട്ടിക, MR ദിനേശൻ, ബിജു കുയിലംപറമ്പിൽ, UK ഗോപാലൻ, അനിലൻ കൊടപുഴി, രജനി ബാബു, VV പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിനെ പാർലമെന്റിലേക്ക് അയക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ച VS സുനിൽകുമാറിന്റെ വിജയത്തിനു വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളും പിന്തുണ നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വർഗീയ രാഷ്ട്രീയത്തിനെതിരായും വികസനത്തിന് വേണ്ടിയുമുള്ള വിധിയെഴുത്താകും കേരളത്തിൽ ഉണ്ടാക്കുകയെന്ന് നേതാക്കൾ പറഞ്ഞു. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ഘോഷയാത്രയ്ക്ക് KA വിശ്വംഭരൻ, VR മനോജ്, KC പ്രസാദ്, സുരേഷ് മഠത്തിൽ, CB സുനിൽകുമാർ, അഷ്റഫ് വലിയകത്ത്, ശാന്തി ബാസി, CM നിസാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന് അഭിവാദ്യമർപ്പിച്ച് അന്തിക്കാട് വിളംബര ഘോഷയാത്ര നടത്തി. അന്തിക്കാട് ആൾ സെന്ററിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര പേരാൻ മാർക്കറ്റ് വഴി അന്തിക്കാട് സെന്ററിൽ സമാപിച്ചു. ഇടതുപക്ഷ നേതാക്കളായ KK കൃഷ്ണകുമാർ, AV ശ്രീവത്സൻ, KK പ്രദീപ് കുമാർ, TI ചാക്കോ, ഷിബു കൊല്ലാറ, KM കിഷോർ കുമാർ, CB മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിനെ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് LDF വലപ്പാട് മേഖലയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപന റാലി നടത്തി. കോതകുളത്തു നിന്നും വലപ്പാട് ചന്തപ്പടിയിലേക്ക് നിരവധി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് റാലി നടത്തി. വലപ്പാട് ചന്തപ്പടിയിൽ ചേർന്ന പൊതുയോഗത്തിൽ LDF കൺവീനർ AJ സുഭാഷ്, നേതാക്കളായ PA രാമദാസ്, EK തോമസ് മാസ്റ്റർ, ജിനേന്ദ്ര ബാബു, മധുസൂദനൻ, രാജൻ പട്ടാട്ട്, KK കിഷോർ, രാജിഷ ശിവജി, AR സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. BSc IT 2020-2023 വർഷത്തിൽ യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കൾക്കുള്ള അനുമോദന ചടങ്ങ് തളിക്കുളം സെന്റർ ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കോളേജിൽ സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേറ്റ് കോർഡിനേറ്റർ സുഭദ്ര B മേനോൻ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത മുഖ്യാതിഥിയായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കളായവരിൽ 4ാം റാങ്ക് കരസ്ഥമാക്കിയ അനു KL, 5ാം റാങ്ക് കരസ്ഥമാക്കിയ കാളിദാസ് IS എന്നിവരെ മൊമെന്റോ നൽകി അനുമോദിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത PK, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജിഷാന്ത് MG, PTA വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ MR, PTA എക്സിക്യൂട്ടീവ് അംഗം ഗ്രേസി റോയ്, PTA സെക്രട്ടറി സന VM, PTA എക്സിക്യൂട്ടീവ് അംഗം ദീപ്തി KV എന്നിവർ സംസാരിച്ചു. BSc IT പഠനത്തിൽ അതേപോലെ തന്നെ MCA എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആസ്പദമാക്കിയിട്ടാണ് ഇവിടെ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ നല്ല രീതിയിലുള്ള പഠനം പൂർത്തീകരിച്ച് നിരവധി പേര് വിദേശ രാജ്യങ്ങളിൽ സ്വദേശത്തും ഉന്നത വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും നല്ല കുടുംബ നിലവാരത്തിലുള്ള ജീവിതം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഈ മേഖലയിൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന സംവിധാനം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിനകത്ത് ഒക്കെ ഉണ്ട്. 1950-കളിലൊക്കെ തന്നെ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏകദേശം 25 വർഷത്തിന് ശേഷമാണ് വിപുലമായ രീതിയിലുള്ള പഠനങ്ങൾക്ക് നാം നേതൃത്വം കൊടുത്തത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ കാർഷിക പദ്ധതി 2023-2024 വനിതാ ഗ്രൂപ്പ് പച്ചക്കറി കൃഷി പദ്ധതിയുടെ നാട്ടിക ഗ്രാമപഞ്ചായത്ത് തല പച്ചക്കറി തൈ നടീൽ ഉദ്ഘാടനം നടത്തി. 6ാം വാർഡിലെ ഹരിതം കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ കൃഷി ചെയ്യുന്ന ജോളി ശിവലാലിന്റെ കൃഷിയിടത്തിൽ നടന്ന ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജൂബി പ്രദീപ് ആമുഖപ്രസംഗം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷത വഹിച്ചു. നാട്ടിക കൃഷി ഓഫീസർ ശുഭ, ജോളി ശിവലാൽ, സരോജിനി രാമകൃഷ്ണൻ, ADS അംഗം സന്ധ്യ സുനേഷ് എന്നിവരും കർഷകരും ജനപ്രതിനിധികളും പങ്കെടുത്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള തൃപ്രയാർ യൂണിറ്റ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. നാട്ടിക സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പയിൻ ജില്ലാ പ്രസിഡന്റ് MK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ യൂണിറ്റ് പ്രസിഡന്റ് PH സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പെൻഷൻ വിതരണവും നടന്നു. യൂണിറ്റ് ജില്ലാ ട്രഷറർ OS മണിരഥൻ, ജില്ലാ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇൻചാർജ് MV ജോസഫ്, യൂണിറ്റ് ട്രെയിനിംഗ് വെൽഫെയർ ഇൻചാർജ് CJ ആന്റോ, യൂണിറ്റ് ട്രഷറർ KV രാജേഷ് എന്നിവർ സംസാരിച്ചു. 300 യൂണിറ്റുകളിൽ നടക്കുന്ന ഒരേ സമയത്ത് നടക്കുന്ന ഒരു പ്രക്രിയ ജനുവരി 1-ാം തീയതി ആരംഭിച്ച് മാർച്ച് 15-ാം തീയതി അവസാനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജനുവരി 1-ാം തീയതി ആരംഭിച്ചു കേരളത്തിലൊട്ടാകെയുള്ള 300 യൂണിറ്റുകളിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ യോഗങ്ങൾ കൂടിക്കൊണ്ട് നമ്മുടെ മെമ്പേഴ്സിന്റെ അംഗസംഖ്യ കൂട്ടുന്നതിനും നമുക്കുള്ള മെമ്പേഴ്സിനുള്ള സംശയം വരുത്തുന്നതിനും അവർക്ക് എന്തെങ്കിലും കാര്യത്തിൽ പരാതികൾ ഉണ്ടെങ്കിൽ അത് കേട്ട് അതിന് പരിഹാരം കണ്ടെത്തുന്നതിനും എല്ലാത്തിനും കൂടി നടക്കുന്ന യോഗങ്ങൾ. അപ്പൊ ഈ യോഗങ്ങളിൽ ചില പാലിച്ചിട്ട് നമ്മളുടെ എല്ലാവരും എത്തിച്ചേർന്നാലാണ് അതിന്റെ പരിപൂർണത വരുന്നത്. ആ പരിപൂർണത ഇവിടെ കാണാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ള
എടമുട്ടം പാലപ്പെട്ടിയിൽ ദേശീയപാതയോരത്ത് അറവ് മാലിന്യം തള്ളുന്നത് പതിവായതോടെ ദുരിതത്തിലായി പ്രദേശവാസികളും വഴിയാത്രകരും. പാലപ്പെട്ടി കിഴക്കേ വളവിന് പടിഞ്ഞാറ് ഭാഗത്ത് ദേശീയപാത 66-ന്റെ ഇരുവശങ്ങളിലുമായി അറവ് മാലിന്യം സാമൂഹ്യവിരുദ്ധർ തള്ളുന്നത്. പ്ലാസ്റ്റിക് കവറുകളിലും മറ്റുമായാണ് കോഴി വേസ്റ്റ് ഉൾപ്പെടെയുള്ള അറവ് മാലിന്യവുമായി സാമൂഹ്യവിരുദ്ധർ എത്തുന്നത്. ഇവ രാത്രിയുടെ മറവിലാണ് ദേശീയപാതയോരത്ത് തള്ളുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി അറവ് മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണ്. അഴുകി പുഴുവരിക്കുന്ന അറവ് മാലിന്യത്തിൽ നിന്നുള്ള രൂക്ഷമായ ദുർഗന്ധം മൂലം ഇതുവഴിയുള്ള കാൽനടയാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. സ്ത്രീകളടക്കമുള്ള കാൽനടയാത്രികരിൽ ചിലർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഛർദിയും അനുഭവപ്പെട്ടിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ പാലപ്പെട്ടി ബീച്ച് റോഡിലെ ഇരുവശങ്ങളിലുമുള്ള പറമ്പുകളോട് ചേർന്നാണ് ഇത്തരത്തിൽ അറവ് മാലിന്യം പതിവായി തള്ളിയിരുന്നത്. പരാതി ഉയർന്നതിനെ തുടർന്ന് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചതോടെ ഇവിടെ അറവ് മാലിന്യം തള്ളുന്നത് സാമൂഹ്യവിരുദ്ധർ ഉപേക്ഷിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ദേശീയപാത 66-ൽ പാലപ്പെട്ടി വളവിന് സമീപം അറവ് മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുന്നത്. അറവ് മാലിന്യം തള്ളുന്നത് തടയാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അധിനിവേശത്തിനെതിരെ കേരളത്തിന്റെ ജനകീയ ബദലുയർത്തിയ ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് സംരംഭ കൂട്ടായ്മയായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട്ട്. പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, വിവിധ സെമിനാറുകൾ തുടങ്ങി നിരവധി പരിപാടികൾ. മാർച്ച് 2-ന് വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയും. തുടർന്ന് കോഴിക്കോട് കടപ്പുറത്ത് പൊതുസമ്മേളനത്തിൽ മന്ത്രിമാർ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്നു. ഡിജിറ്റൽ മാധ്യമ ഇന്റർനെറ്റ് സേവനത്തെ ഭാവി കേരളത്തിന്റെ കരുത്തും ചാലകവുമാക്കി മാറ്റുവാനുള്ള ഈ മഹാസമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ പുഴയോര മേഖലയിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രതിഷേധ സമരത്തിനൊരുങ്ങി BJP പ്രവർത്തകർ. BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയാണ് പ്രതിഷേധത്തിന് തുടക്കമിടാനൊരുങ്ങുന്നത്. നാട്ടിക പഞ്ചായത്തിൽ ചേർക്കര കൃഷ്ണൻകുട്ടി റോഡ് പരിസരം ഉൾപ്പെടെ കിഴക്കൻ മേഖലയിൽ മാസങ്ങളായി കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മേഖലയിലെ നിരവധി പേർ ഒപ്പിട്ട നിവേദനം നേതാക്കൾ വാട്ടർ അതോറിറ്റി നാട്ടിക സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് കൈമാറി. ഇതിനു മുൻപും BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് പലതവണ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് നിവേദനം സമർപ്പിച്ച മണ്ഡലം സെക്രട്ടറി ലാൽ ഊണുങ്ങൽ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി KS സുധീർ, NS ഉണ്ണിമോൻ, PK ബേബി, വിജയമോഹനൻ, ജഗനി വാസൻ എന്നിവർ മുന്നറിയിപ്പ് നൽകി. 5, 6, 7, 8 വാർഡുകളിൽ ഈ ഹൈവേക്ക് കിഴക്ക് ഭാഗത്തുള്ള പുഴയോര മേഖലകളിൽ ഒരുപാട് നാളുകളായിട്ട്, അതായത് മാസങ്ങളോളമായിട്ട് കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നാട്ടിക കമ്മിറ്റി പല സ്ഥലങ്ങളിലേക്ക് സമര രീതികളുമായിട്ട് മുന്നോട്ട് പോവുകയുണ്ടായി. ഈ പ്രശ്നം അവർ ഗൗരവിക്കുകയോ
ഒരു കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്തില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നാട്ടിലുള്ള വാട്ടർ അതോറിറ്റി എഞ്ചിനീയർക്ക്, പ്രൊജക്ട് എഞ്ചിനീയർക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു നിവേദനം, ആ പ്രദേശത്തുള്ള ആൾക്കാർ നിവേദനം ഒപ്പിട്ട് കൊടുത്തത്. ഈ നാട്ടിലെ ചെറുക്കര ഒരു കൃഷ്ണക്കുട്ടി റോഡുണ്ട്, അവിടെ മാസങ്ങളോളമായിട്ട് കുടിവെള്ളമില്ല. അപ്പോൾ ഇതിന് എത്രയും പെട്ടെന്നൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടിലെ BJP-ക്കാർക്ക് ആവശ്യപ്പെടാനുള്ളത്. KSKTUവിന്റെ നേതൃത്വത്തിൽ കാഞ്ഞാണിയിൽ മണലൂർ പഞ്ചായത്ത് ബഹുജന സദസ്സ് പാവങ്ങളുടെ പടയണി സംഘടിപ്പിച്ചു. സിംല മാളിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. VV പ്രഭാത്, ജനാർദ്ദൻ മണ്ണുമ്മൽ, PK അരവിന്ദൻ, KR ബാബുരാജ്, PA രമേശൻ, CG മോഹൻദാസ്, KV ഡേവിസ്, ഷാനി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കൂടുതൽ ഉൽപാദനം ഉണ്ടാകണം, കർഷകരെ സഹായിക്കണം. കാർഷിക മേഖലയിൽ വളത്തിനും മറ്റിനൊക്കെ വില കൂടുതലാണ്, കൂലി കൂടുതലാണ്. ഇന്നൊരു കാര്യം മനസ്സിലാവും, ഉത്തരേന്ത്യയിൽ ഗുജറാത്തിലായാലും വേണ്ടില്ല, തമിഴ്നാട്ടിലായാലും വേണ്ടി അവിടെ ഒന്നും നമ്മളിവിടെ സ്ത്രീക്ക് ഒരു വനിതയ്ക്ക് കിട്ടുന്ന കൂലി കിട്ടുന്നില്ല. പുരുഷന് നമ്മളവിടെ പാടത്ത് പോലത്തെ 850-900 കൂലി കൊടുക്കണ്ടേ? വേണ്ടേ? അവിടെ 350 രൂപ കൂലി കുറവാ. കേരളത്തിൽ കൂലി കൂടുതലാ അല്ലെ? അങ്ങനെ അതിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് ഇൻസെന്റീവ് കൊടുക്കാൻ തീരുമാനിച്ചു. പ്രൊഡക്ഷൻ ബോണസ് 7 രൂപ 80 പൈസ, അതുകൂടി കൂട്ടിയിട്ട 28 രൂപ 20 പൈസ നമുക്ക് കിട്ടുന്നത്. കേരള NGO യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെയും സർഗവേദി ജില്ലാ കലാകായിക സമിതിയുടെയും നേതൃത്വത്തിൽ കലാജാഥ നടന്നു. വർഗീയതയിലൂന്നിയ രാഷ്ട്രീയ സാഹചര്യം വിശദീകരിച്ചുള്ള ജില്ലാ കലാജാഥ നാം ഇന്ത്യയിലെ ജനങ്ങൾ തൃപ്രയാർ പോളി ജംഗ്ഷനിൽ അരങ്ങേറി. സംഘാടക ചെയർമാൻ കൂടിയായ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. കേരള NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഗിരീഷ് KC ആമുഖ പ്രസംഗം നടത്തി. CITU നേതാവ് MA ഹാരിസ് ബാബു, കേരള NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി വരദൻ P, പ്രസിഡന്റ് ഹരിലാൽ PB, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോയ് മോൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഹനിക്കപ്പെടും എന്നുള്ളതാണ്. ഇവ വലിയ സുഖമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. വലിയ രീതിയിൽ എന്ത് ഭാഷ സംസാരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ മുണ്ടെടുക്കണം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ നാടിനെ മാറ്റിയെടുക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാനും അതിനെതിരെ തെരുവില് സംഘർഷഭരിതമായ ഒരു തെരുവുകളെ സംഘർഷഭരിതമാക്കാനും നമുക്ക് കഴിയണം എന്നാണ് പറയാനുള്ളത്. ബാബു കീഴടങ്ങിയിട്ടില്ല. ജീവൻ കളയാണ്. ഞാൻ ജീവൻ കളഞ്ഞ നിങ്ങൾക്കൊരു നേതാവിനെ വേണ്ടേ? സത്യം, കളക്ടറേറ്റ് മാർച്ചില്ല ശരിയാ, ഞാൻ ആഞ്ഞു പിടിച്ചിട്ടും അണ്ണന്റെ ഒപ്പത്താൻ പറ്റിയില്ല. ഒരു ലാത്തിക്കും അണ്ണന്റെ പോലെത്താൻ കഴിയില്ല. അപ്പൊ ഞാൻ പേടിച്ചോടിയെന്നാണോ നീയൊക്കെ വിചാരിച്ചത്? വിട്ടികൾ നേതാവണമെങ്കിലേ കുറച്ച് ബുദ്ധി വേണം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തളിക്കുളം ബ്ലോക്ക് വാർഷിക സമ്മേളനം നടന്നു. KSSPU തളിക്കുളം ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന സമ്മേളനം KSSPU ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ TK ഹരിദാസ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. KN വിമല, VU ദാസൻ, KK ധർമ്മപാലൻ, കൗസല്യ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി പ്രൊഫസർ MV മധുവിനെയും സെക്രട്ടറിയായി BN ജയാനന്ദനെയും ട്രഷററായി TK ഹരിദാസിനെയും യോഗം വീണ്ടും തിരഞ്ഞെടുത്തു. അടുത്ത മാർച്ച് 24 വരെയെങ്കിലും നമുക്ക് ഇത് കിട്ടും എന്നുള്ള ഒരു വാക്കാണ് തന്നിട്ടുള്ളത്. പക്ഷേ സംഘടന ഈ കാലഘട്ടത്തിലുള്ള 8 പ്രക്ഷോഭങ്ങൾ നടത്തിയതിനു വേണ്ടിയിട്ട്, ഈ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ KSSPU എന്നുള്ളൊരു പ്രസ്ഥാനമല്ലാതെ കേരളത്തിലെ ഇവിടുത്തെ സർവീസ് സംഘടനകളോ മറ്റ് പെൻഷൻ സംഘടനകളോ, നേരത്തെ ഇവിടെ മധുമാഷ് സൂചിപ്പിച്ചു, ഒരുപാട് സംഘടനകൾ വരുന്നുണ്ട്. അത്തരം സംഘടനകൾ എന്ത് പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അവരിങ്ങനെ ഒരു പേരിന് ഒരു സംഘടന ഉണ്ടാക്കിക്കൊണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. അന്തിക്കാട് ശ്രീ സായി വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റീം 2024 എക്സ്പോയുടെ ഉദ്ഘാടനം നടത്തി. തൃശൂർ സെൻട്രൽ സഹോദയ ട്രഷറർ ഫാദർ ഡോക്ടർ വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ബിനു കെ രാജ് ആമുഖ പ്രസംഗം നടത്തി.
ശാന്തിനികേതൻ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ടി.കെ. ഗോപകുമാർ, കാഞ്ഞാണി സൗത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജർ ശ്രീലക്ഷ്മി, അഡ്മിനിസ്ട്രേറ്റർ അരുണ രാജൻ എന്നിവർ പങ്കെടുത്തു. ആകർഷകങ്ങളായ കരകൗശല വസ്തുക്കളാലും നൂതന ആശയങ്ങളുടെ പ്രദർശനങ്ങളാലും സമ്പന്നമായിരുന്നു ചടങ്ങ്. അന്തിക്കാട് വെളിച്ചപ്പാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തോറ്റം മഹോത്സവം ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായി ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ മുതൽ ഗണപതി ഹോമം, കലശാഭിഷേകം, സന്ധ്യയ്ക്ക് ദീപാരാധന, സർപ്പക്കളം എന്നിവ നടന്നു. തിരുവള്ളക്കാവ് പി.കെ. മുരളീധരനും സംഘവും കളംപാട്ട് നടത്തി. തിങ്കളാഴ്ച വിശേഷാൽ പൂജകൾ, മുത്തപ്പനും വിഷ്ണുമായിക്കും രൂപക്കളം എന്നിവ നടന്നു. പെരുങ്ങോട്ടുകര പി.കെ. ബാലനും സംഘവും നേതൃത്വം നൽകി. ചൊവ്വാഴ്ച വീരഭദ്രസ്വാമിക്കും ദേവിക്കും രൂപകളങ്ങൾ നടന്നു. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം ജയദേവന്റെ വസതിയിൽ നിന്ന് എഴുന്നള്ളിപ്പ് പുറപ്പെട്ടു. തോറ്റ മഹോത്സവത്തിന് വിശ്വേശ്വരാനന്ദ തീർത്ഥസ്വാമികൾ കാർമ്മികത്വം വഹിച്ചു. പെരിങ്ങോട്ടുകര വടക്കുമുറി പനോലി തറവാട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും തോറ്റംപാട്ടു മഹോത്സവവും നടന്നു. തിങ്കളാഴ്ച ദേവിക്കും വിഷ്ണുമായിക്കും കളങ്ങൾ നടന്നു. ചൊവ്വാഴ്ച രാവിലെ മുതൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, വിഷ്ണുമായി സ്വാമിക്ക് കളം, സന്ധ്യയ്ക്ക് ദീപാരാധന, തായംവക എന്നിവയുണ്ടായിരുന്നു. മാതങ്കിയും സംഘവും അവതരിപ്പിച്ച തിരുവാതിരക്കളി, ദേവിക്ക് കളം, എഴുന്നള്ളിപ്പ്, തോറ്റംപാട്ട്, വടക്കും വാതുക്കൽ ഗുരുതി, മംഗളപൂജ എന്നിവയും നടന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ സോമൻ പനോലി, ബാലൻ പനോലി എന്നിവർ നേതൃത്വം നൽകി.
വാടാനപ്പള്ളി ബീച്ച്, അമ്പലക്കടവ്, കുറുക്കംപര്യ, പ്രാപ്പൻ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവം ബുധനാഴ്ച ആഘോഷിച്ചു. ഉത്സവത്തിന് മുന്നോടിയായി ചൊവ്വാഴ്ച രാവിലെ മുതൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, മുത്തപ്പൻ കളം, സന്ധ്യയ്ക്ക് ദീപാരാധന, കലാസന്ധ്യ, വലപ്പാട് ബീച്ച്, ഓംകാരം, നാടൻപാട്ട്, തിരുവാതിരക്കളി സംഘത്തിന്റെയും ടീം ചിലങ്ക ഏങ്ങണ്ടിയൂരിന്റെയും തിരുവാതിരക്കളി, കൈക്കൊട്ടിക്കളി എന്നിവയും വിഷ്ണുമായയ്ക്കും കരിങ്കുട്ടിക്കും കളങ്ങൾ എന്നിവയും നടന്നു. ഉത്സവ ദിവസമായ ബുധനാഴ്ച രാവിലെ മുതൽ ഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, ശിവേലി, ഉച്ചയ്ക്ക് അന്നദാനം, തുടർന്ന് ദേവിക്ക് കളം എന്നിവയും നടന്നു. ഉച്ചതിരിഞ്ഞ് എഴുന്നള്ളിപ്പ് നടത്തി. ഗജരാജൻ, ചെമ്പൂക്കാവ് കൈലാസനാഥ് കോലം വഹിച്ചു. സന്ധ്യയ്ക്ക് ദീപാരാധന, തുടർന്ന് താലപ്പൊലിയോട് കൂടിയ എഴുന്നള്ളിപ്പ്, വർണ്ണമഴ എന്നിവയും നടന്നു. ദേവിക്ക് രൂപക്കളം, ഗുരുതി എന്നിവയോടെ ചടങ്ങുകൾ സമാപിച്ചു. പൂജാ ചടങ്ങുകൾക്ക് ക്ഷേത്രം ശാന്തി ദിലീപ് കാർമ്മികത്വം വഹിച്ചു. വീരനെ കൊല്ലുവാൻ പണ്ട് 6 മാതാക്കൾ പുറപ്പെട്ടു. പണ്ട് 6 പേർ 100,000 പട കൊണ്ട് ദാരിക കോട്ടയിൽ ചെന്നങ്ങെതിർത്ത് ദാരിക വീരനെ പോരിൽ ജയിക്കാൻ ഒക്കാതെ വന്നുവല്ലോ തന്റെ തുമ്പിക്കെ ചേർക്കണം നീ വിഘ്നങ്ങൾ വിധിപോലെ തീർക്കണം നീ വേദാന്ത പൊരുളിൻ ആധാരശിലയെ കാരുണ്യക്കടൽ കണ്ട കലികാല പ്രഭുവേ. വാണിജ്യം. കഴിമ്പ്രം പാട്ടുകുളങ്ങര ക്ഷേത്രത്തിന് സമീപം ആധുനിക ചികിത്സാ രംഗത്ത് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിനായി ഹിയർ കെയർ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ക്ലിനിക്കിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ഇതൊരു സ്ഥാപനവും നമ്മൾ കച്ചവടമായിട്ടാണ് ആദ്യമായിട്ട് ആരംഭിക്കുക. പക്ഷെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വാക്കുകൾ അവരുടെ കയ്യിൽ നിന്ന് കേൾക്കുന്ന ചെറുപ്പം. ആ ഒരു ഡോക്ടർമാരുടെ പ്രത്യേകത കൂടിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അവര് സർവീസാണ് കൂടുതലായിട്ട് ഉദ്ദേശിക്കുക. പൈസ അതിന് പിന്നീട് വെക്കുന്ന ഒരു രീതിയാണ്. സർവീസാണ് ജനങ്ങൾക്കും കൂടുതൽ വേണ്ടത്. പൈസ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ചെലവഴിക്കാനായിട്ട് പറ്റും. അത് നമ്മൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ജനങ്ങൾ അവരുടെ ഒരു ആരോഗ്യം നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ നമുക്കൊരു ജീവൻ, അതാണ് ഏറ്റവും വലുത്. ഒരു ഗോൾഡൻ മൊമെന്റിലുള്ളൊരു ജീവൻ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് 24 മണിക്കൂറും സർവീസ് നൽകുന്ന ഒരു സ്ഥാപനത്തിന് മാത്രമേ പറ്റുള്ളൂ. ഇന്ന് നമ്മുടെ ഇടമുട്ടം ഭാഗത്തും ഇതേപോലെ തന്നെ ഒരു 24 മണിക്കൂറും സർവീസ് നൽകുന്ന ഒരു സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട്. ജനങ്ങൾക്കൊരു വലിയൊരു കാര്യമാണ്. ഇന്ന് നമ്മൾ ഈ കോവിഡിന്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെട്ടെന്നുള്ള മരണങ്ങളായിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഒരു ടീനേജ് പ്രായത്തിലുള്ള ആളുകളായാലും ശരി, ഒരു 50-60 ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട്. എന്ന് വന്ന് കാണുമ്പോൾ 2 OP, അതുപോലെ തന്നെ ലാബ് സർവീസ് 7 മണി തൊട്ട് 7 മണി വരെയാണ് ഇപ്പോൾ. അതുപോലെ എമർജൻസി കെയറിൽ നമുക്കൊരു 5 മണിക്കൂറോളം നമുക്ക് ആളെ രോഗിയെ ശുശ്രൂഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്നുണ്ട്. ഏറെ സന്തോഷമുണ്ട്. നമ്മൾ മാനേജിംഗ് ഡയറക്ടർ ഹക്കീം ബാവ, ഡയറക്ടർമാരായ ഡോക്ടർ തർഹാന, തസ്രീന, താഹിറ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇവിടെ ഹെയർ കെയർ ക്ലിനിക്കിൻ്റെ കംപ്ലീറ്റ് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ ഉത്തരവാദിത്വം ഡോക്ടർ, നമ്മുടെ ഡയറക്ടറും കൂടായ ഡോക്ടർ തർഹാനക്കാണ്. അപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ച ടീമംഗങ്ങളുണ്ടാവും, ലീഡേഴ്സ് ഉണ്ടാവും, അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അവരുടെ താഴെയാണോ അല്ലെങ്കിൽ മേലെയാണോ അങ്ങനത്തെ ഒരുവിധ ചിന്തകളും അവരിൽ ഉണ്ടാവാൻ പാടില്ല. ആ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പോലെ നിങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ, ഇതൊരു
ഫാമിലി മെമ്പേഴ്സാണ്. ഞങ്ങൾ അങ്ങനെ കാണുന്നത്. ക്ലിനിക്കിൽ വെൽക്കം പാക്കേജ് 499 രൂപയ്ക്കും കെയർ പാക്കേജ് 300 രൂപയ്ക്കും ചൈൽഡ് മിനി പാക്കേജ് 199 രൂപയ്ക്കും വുമൺസ് വെൽനസ് പാക്കേജ് 2300 രൂപയ്ക്കും ഫ്രണ്ട്ഷിപ്പ് പാക്കേജ് 1250 രൂപയ്ക്കും സീനിയർ സിറ്റിസൺ പാക്കേജ് 2500 രൂപയ്ക്കും മാസ്റ്റർ ഹെൽത്ത് പാക്കേജ് 2500 രൂപയ്ക്കും ലഭ്യമായിരിക്കും. ഈ സ്പെഷ്യൽ ഓഫറുകൾ ഫെബ്രുവരി 28 മുതൽ മാർച്ച് 5 വരെയാണ് ലഭിക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിക്കാനും അതേപോലെ തന്നെ ഇവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ വന്നതിലും ഞാൻ വളരെയേറെ, ഞാൻ മാത്രമല്ല നമ്മളുടെ ഇവിടെയുള്ള എല്ലാവരും വളരെയേറെ സന്തോഷത്തിലാണ്. ഇതിൻ്റെ ഉദ്ഘാടനം കഴിയുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ചോദിച്ചു തുടങ്ങിയിരുന്നു നമുക്ക് വരാറായോ എന്ന്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഞാൻ എൻ്റെ ഗ്രൂപ്പ് മുഖേന അറിയിക്കുന്നു പറഞ്ഞു. കാരണം കുറേ ആൾക്കാർ പോണത് നമുക്ക് പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൃശൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന് അഭിവാദ്യമർപ്പിച്ച് വിവിധ സ്ഥലങ്ങളിൽ വിളംബര ഘോഷയാത്രകൾ. എടമുട്ടം പാലപ്പെട്ടിയിൽ ദേശീയപാതയോരത്ത് മാലിന്യം തള്ളുന്നത് പതിവായതോടെ ദുരിതത്തിലായി പ്രദേശവാസികളും വഴിയാത്രക്കാരും. കുടിവെള്ളക്ഷാമം പ്രതിഷേധവുമായി നാട്ടികയിൽ BJP പ്രവർത്തകർ രംഗത്ത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.